മറ്റു മതങ്ങളുമായിട്ട് കൂട്ടി യോജിപ്പിക്കുന്ന ഒരു രീതി, ഒരു പ്രാർത്ഥനാ രീതി വരരുത്. അത് എവിടെ ക്ഷേത്രത്തിനടുത്തായാലും അകലെ ആയാലും ഉണ്ടാവും. കുരിശുമാലയൊക്കെ ഇട്ടുകൊണ്ട് ക്ഷേത്രത്തിൽ പോകാൻ പാടില്ല. അല്ലെങ്കിൽ ഹിന്ദുക്കൾ കുരിശൊക്കെ വീട്ടിൽ വയ്ക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ. അമ്പലം എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഭക്തി, ഇഷ്ടം, വിശ്വാസമൊക്കെയാണ്. പക്ഷെ നമ്മളൊരു വീട് വെക്കാൻ പോകുമ്പോഴോ സ്ഥലം പുതുതായിട്ട് വാങ്ങാൻ പോകുമ്പോഴൊക്കെ അടുത്ത അമ്പലമുണ്ട്, അതല്ലെങ്കിൽ ഇവിടെ ഒരു കാവുണ്ട്, കുളം ഉണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പേടിയാണ്. അപ്പോൾ നോക്കിക്കാനും കാര്യങ്ങളൊക്കെ തോന്നും. പക്ഷെ എന്താണ്, അത്രയും നല്ലൊരു ദൈവികമായൊരു ഇത് അടുത്തുള്ളത് അത്രയും ബുദ്ധിമുട്ടാണോ നമുക്ക്? തീർച്ചയായും അല്ല. ഒരു അവരവരുടെ മതാചാരം അനുസരിച്ച് ഇപ്പോൾ ഹിന്ദുക്കൾക്കാണെങ്കിൽ ഒരു ക്ഷേത്രം അടുത്തൊക്കെ ഉള്ളത് നല്ലതാണ്, ഒരു കാവൊക്കെ ഉള്ളത് നല്ലതാണ്. പക്ഷേ മിക്കവാറുമൊക്കെ അവിടുന്ന് ദോഷങ്ങൾ സംഭവിക്കാറുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഇരിക്കുന്നതിനേക്കാളും ദോഷകരമായിട്ട് വരുന്നത് ഈ സർപ്പങ്ങളുടെയൊക്കെ അടുത്താണ്. സർപ്പം വളരെ നിഷ്ഠയോടുകൂടി പോയില്ലെങ്കിൽ അതിന് ദോഷം തന്നെ സംഭവിച്ചെന്ന് വരും. അപ്പോൾ ഈ ക്ഷേത്രങ്ങളുടെ പരിസരത്ത് വീട് നിർമ്മിക്കുന്നതിനൊരു പ്രമാണമുണ്ട്. വിഷ്ണു പൃഷ്ടേജ വാമേ നരഭവനമനർത്ഥപ്രദം ദക്ഷിണേ ചാപി അഗ്രേ ഭാഗേജ കാളീ നരഹരി ശിവത അഭിന്ന സർവോഗ്രമൂർത്തി ആര്യോ നിമ്നസ്ഥലസ്ഥോ ഇത് മനുജഗ്രഹം ദക്ഷിണേ ഗ്രേശു തസ്മാത് ഉച്ചത്വം നേഷ്ടമിഷ്ടം നികടമവി തതന്യത്ര തൽപാദപാച. ഇങ്ങനൊരു പ്രമാണമുണ്ട്. അതിനകത്ത് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അതായത് ശാന്തദേവന്മാരുടെ മുൻപിലും വലത്തുവശത്തും ഗ്രഹം വയ്ക്കുന്നത് നല്ലതാണ്. ഉഗ്രമൂർത്തിയുടെ വലതുവശത്തും മുൻപിലൊന്നും പറ്റില്ല. അതായത് കാളി, നരസിംഹം, ശിവൻ അങ്ങനെയുള്ള മൂർത്തികളുടെ. ഇപ്പം നിയമാനുസരണം നമ്മൾ ഇപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ്, വലത്തുവശത്താണ്, കുഴപ്പമില്ല, അന്നത്തെ സ്ഥലത്താണ് കൊണ്ട് ചെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവർക്കൊക്കെ ഒരു സഞ്ചാര റൂട്ടുണ്ട് ക്ഷേത്രത്തിൽ. ഒരു സർപ്പക്കാവിൽ നിന്ന് ഒരു സർപ്പക്കാവിലേക്ക് അവർക്ക് ഒരു റൂട്ട് കണ്ടുപിടിക്കുക. എന്തെങ്കിലും കാര്യം കാണുക. ഇപ്പം എന്താണെന്ന് നമുക്ക് ചിന്തിക്കേണ്ട. ക്ഷേത്രവുമായിട്ട് കണക്ഷൻ ഉണ്ടാകും. അപ്പോൾ ഫ്രണ്ടിലിരിക്കുന്ന വീടിൻ്റെ അതിലേ കൂടിയാണ് ഈ എനർജി പോകുന്നതെങ്കിൽ, അതിനകത്ത് തട്ടുന്ന വിധത്തിലെ വീടിരിക്കുന്നതെങ്കിൽ അവിടെ ദോഷം ഉണ്ടാകും. അപ്പോൾ അത് നമ്മുടെ നിയമാനുസരണമാണ് ഗ്രഹം ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പ്രശ്നം ഉണ്ടാകും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഓരോ അമ്പലങ്ങൾക്കും ഓരോ അതിരുണ്ടെന്ന് പറയില്ലേ? അതിര് മറ്റേ ചുറ്റുമതിൽ കെട്ടിയിട്ടുണ്ടെങ്കിൽ അവരുടെ അതിർത്തിയിൽ മാത്രം നിൽക്കുകയുള്ളൂ. അപ്പം അമ്പലം ഉള്ളത് കൊണ്ട് വലിയ കുഴപ്പമില്ല എന്നൊരിത് ഞാൻ കേട്ടിട്ടുണ്ട്. സമാധാനത്തിന് വേണ്ടി പറഞ്ഞു ഒപ്പിക്കുന്നതാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? ഇവരുടെ ആ ചൈതന്യം അവിടെ ഒതുങ്ങുന്നില്ല. ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലൊന്നും, ദേവീക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ ഒരിക്കലും വരാൻ പാടില്ല എന്നിപ്പോൾ മനസ്സിലായില്ലേ? വലത്തുവശത്തും മുൻപിലൊന്നും വരാൻ പാടില്ലെന്നുണ്ട്. ഇതിന് അപവാദമാണ് വളഞ്ഞമ്പലം. ശ്രദ്ധിച്ചിട്ടുണ്ടോ? വളഞ്ഞമ്പലത്തിൻ്റെ മുകളിൽ ആദ്യം അവർ കൊടിമരം പണിത് കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കൊടിമരത്തിൻ്റെ മുകളിൽ പോകാതിരുന്നാവെന്നൊരു പ്രമാണമാണ്. ആ കൊടിമരത്തിൻ്റെ മുകളിൽ കഴിഞ്ഞിട്ട് ഫ്ലാറ്റ് അങ്ങ് പൊങ്ങി പോയിട്ട് എത്രയോ വഹിക്കണേ. ശരിയാ, കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ഉള്ളത് കുറേ കാലങ്ങൾ അങ്ങനെ വലിയ കുഴപ്പങ്ങളില്ലാണ്ട് പോകും. ഇനിയിപ്പോൾ അവിടെ താമസിക്കുന്നവർക്ക് എങ്ങനെയാണ് അവരുടെ അവസ്ഥ എന്നുള്ളത് നമ്മൾക്ക് അറിയില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് ഉണ്ടാവാതിരിക്കില്ല. കാരണം ആ ശ്രീകോവിലിൻ്റെ നേരെയുള്ള ഭാഗം നമുക്ക് ഒഴിവ് വേണ്ടതാണ്. ഇതൊക്കെ അടച്ച് ബിൽഡിംഗ് ആക്കുമ്പോഴത്തേനും അതിൻ്റെതായ ദോഷം ഉണ്ടായിരിക്കും. ആരും പറയുന്നില്ല, ചില തിരിച്ചറിയാൻ പറ്റുന്നില്ല, അതുകൊണ്ട് നമ്മൾ അറിയുന്നില്ല എന്നുള്ളൂ. അപ്പോൾ എന്തായാലും ചെയ്തിരിക്കുന്നത് നിയമവിരുദ്ധമാണ്. അതുപോലെ തന്നെ ഈ കാവിൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റു മതങ്ങളുമായിട്ട് കൂട്ടി യോജിപ്പിക്കുന്ന ഒരു രീതി, ഒരു പ്രാർത്ഥനാ രീതി വരരുത്. അത് എവിടെ ക്ഷേത്രത്തിനടുത്തായാലും അകലെ ആയാലും ഉണ്ടാവും. പറഞ്ഞു മനസ്സിലായത്? അപ്പോൾ കുരിശുമാലയൊക്കെ ഇട്ടുകൊണ്ട് ക്ഷേത്രത്തിൽ പോകാൻ പാടില്ല. അല്ലെങ്കിൽ ഹിന്ദുക്കൾ കുരിശൊക്കെ വീട്ടിൽ വയ്ക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അതും പറ്റില്ല. ചിലപ്പോൾ ഈ കോൺവെൻറ്റിലവിടെയൊക്കെ പഠിച്ചു വരുന്ന കുട്ടികൾ ചിലപ്പോൾ ഒരു പക്ഷേ വീട്ടിൽ മാലയൊക്കെ ഉണ്ടാവാറുണ്ട്. ഞാൻ ഇത്ര കൃത്യമായിട്ട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പലയിടത്തും ഞാൻ എടുപ്പിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ വയ്ക്കാൻ പാടില്ല എന്ന് പറയുന്നത്? അത് നിങ്ങളുടെ മൂർത്തിയായിട്ട്, അവിടെ താമസിക്കുന്ന ആ മൂർത്തിയായിട്ടുള്ള ഒരു ബന്ധം സ്പ്ലിറ്റായി പോകും. നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.
ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.